കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ വെല്ലുവിളികളുണ്ടെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറയുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ നിന്ന് വ്യക്തമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. തെർമൽ ഡ്രോൺ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനാകുമെന്നും അരുൺ സഖറിയ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡോക്ടർ അരുൺ സഖറിയ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ കടുവ ദൗത്യം രണ്ടാം ദിവസത്തേക്ക് പോകുന്നു. എന്താണ് നിലവിലൊരു സാഹചര്യം? നിലവിലുള്ള സാഹചര്യം ഇന്നലെ നമ്മൾ ഓണായി. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് കടുവയുടെ പ്രസൻസ് ഉള്ളതെന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നടക്കുന്നത്. നമ്മൾ ക്യാമറ ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പെരാമ്പുലേഷൻ ഉണ്ട്, ഡയറക്റ്റ് എവിഡൻസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നാരോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ അതിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നലെ വെച്ച ക്യാമറ ട്രാപ്പിൽ നമുക്ക് വലിയ ഇമേജസ് കിട്ടിയിട്ടില്ല, കാര്യമായിട്ടുള്ള ഇമേജസ് കിട്ടിയിട്ടില്ല. അത് ഡയറക്റ്റ് സൈറ്റിലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഈ അറ്റാക്ക് സൈറ്റും അതിനുള്ള അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചത്. ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ 50ഓളം ക്യാമറ ട്രാപ്പുകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണ്. അപ്പം വളരെ എക്സ്റ്റെൻസീവായിട്ട് എവിഡൻസ് എടുക്കുകയാണ്. അതും 3 ടീമുകൾ നമ്മൾ ഫീൽഡിൽ പെരാമ്പുലേഷൻ നടത്തുന്നുണ്ട്. ഏത് ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടാവുക എന്നുള്ള അത്തരം സാധ്യതകളിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയും. അങ്ങനെയാണ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ചവിട്ട് മാർക്ക് ഉണ്ടാവും, വേറെ ഇൻഡയറക്റ്റ് എവിഡൻസസ് ഉണ്ടാവും. ആ എവിഡൻസ് എടുത്തെടുത്ത് പോയിട്ട് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഒരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാവും, അവിടേക്ക് വന്നിട്ട് നമ്മൾ ഡാറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഈ ഭാഗം വിട്ടുപോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഇമേജസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ, നമുക്ക് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ. ഇപ്പം നമ്മളത് ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത്, ഇത് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റുക. മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നോ, ഈ സൈറ്റിൽ നിന്ന് അത്ര ഉണ്ടായിരുന്നു എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ട്, നടത്തുന്നുണ്ട്. കാരണം നൈറ്റ് ആക്ടിവിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ പറ്റുന്നത്. നൈറ്റ് ആക്ടിവിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് രാത്രി ബുദ്ധിമുട്ടാണ് മയക്കൊടി വെക്കാൻ. കാരണം ഇതൊരു അടഞ്ഞ കാടാണ്, അതാണ് പ്രശ്നം. എന്നാലും കടുവ ദൗത്യവുമായി അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ 20ഓളം പേര് അടങ്ങുന്ന 3 ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന തന്നെ സജീവമായി നടക്കുകയാണ്. കാളികാവിൽ ആക്രമിക്കപ്പെട്ട കടുവയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.